സെറ്റായി പോയി. ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു. ആരുടെ പൊട്ടിത്തെറി നമ്മൾ പേടിക്കുന്നു? ആരെങ്കിലും ഒരാൾ മൈക്കിളുടെ ബാക്കിൽ സംസാരിക്കും, ആ പൊട്ടിത്തെറി. എനിക്ക് അങ്ങനെ ആര് പൊട്ടിത്തെറിച്ച് എനിക്ക് പേടിയൊന്നുമില്ല. സിനിമ കണ്ടിട്ടില്ല, ഐ സ്വയർ. ഫുൾ സിനിമ റിലീസിന് മുന്നേ കണ്ടിട്ടില്ല. വായ്ത്താളം അത് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇന്നലെ എമ്പുരാൻ റിലേറ്റ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടന്റെ കേണൽ പദവിയൊക്കെ എടുത്ത് കളയാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ലാലേട്ടന് വേണ്ടി ലാലേട്ടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ഞാൻ ചെയ്തത്. എന്നാൽ ഇന്ന് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെയോടെയും രാജുവേട്ടൻ്റെയോടെയൊക്കെ പുച്ഛം മാത്രമാണെന്ന് തോന്നുന്നത്. ഭീരുക്കൾ 1000 തവണ മരിക്കും, എന്നാൽ ധീരൻ ഒറ്റത്തവണയും മരണമുള്ളൂ എന്ന് പറഞ്ഞ് പോക്കിരാജിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല. മമ്മൂക്ക രാജുവേട്ടൻ പറഞ്ഞു തരുന്ന ഒരു ഡയലോഗാണ് അത്. എങ്കിലും ഒന്ന് ചിന്തിച്ചിട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരാമായിരുന്നു. പകരം എല്ലാവരും കൂടി മാപ്പും പറഞ്ഞ് കോപ്പും പറഞ്ഞ് പേടിച്ച് ഒളിച്ചോടുകയാണ് ചെയ്തിട്ടുള്ള. കുറെ ചാണകത്തിലെ പുഴുക്കളെ കണ്ട് പേടിച്ച് ഞെട്ടിത്തരിച്ച് ഓടിയിരിക്കുകയാണ്. നിങ്ങളെപ്പോലത്തെ ഇത്രയും വലിയ ആൾക്കാരും പണവും പദവിയൊക്കെ ഉള്ള ആൾക്കാർ ഇതുപോലെ പേടിച്ച് ഓടുമ്പോൾ നമ്മളെപ്പോലത്തെ സാധാരണക്കാരൊക്കെ എന്ത് ചെയ്യണോടെ? സത്യം പറഞ്ഞ രാജുവേട്ട, ലാലേട്ട, പുച്ഛം മാത്രം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഒരു തരത്തിൽ പോലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമെന്ന്. ആദ്യം മേജർ രവി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വീഡിയോ കൊടുക്കാം. ലാലേട്ടനെ വെള്ളപൂശിയൻ. ലാലേട്ടൻ സിനിമ കണ്ടിട്ടില്ല. ഞാനൊരു കാര്യം ആദ്യമേ പറയാം. ഈ സിനിമയിൽ ഒരു തെറ്റും എനിക്ക് തോന്നിയില്ല. ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട്, എന്റെ കമന്റ് ബോക്സിൽ അടക്കം വന്ന് പറയുന്നുണ്ട്, നീ നേരെ കണ്ടാടാ, അതിൽ അങ്ങനെ ഉണ്ടടാ ഇങ്ങനെ ഉണ്ടടാ. എടാ സിനിമയായിട്ട് കാണാൻ പഠിക്കടാ, അല്ലാണ്ട് എന്ത് തേങ്ങയടാ വന്നിരുന്ന് പറയുന്നതെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. അതുപോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ല. ആ ഒരു രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാലും യുവന്മാര് കുറെ ചാണകങ്ങൾ ഇറങ്ങിയപ്പോൾ ആ ചാണകങ്ങളൊക്കെ പേടിച്ചും കൊണ്ട് മേജർ രവി ആയാലും ഈ പറയുന്ന ലാലേട്ടനായാലും രാജുവേട്ടനായാലും എല്ലാവരും കിടന്ന് മെഴുകുക. മേജർ രവി ലാലേട്ടനെ വെളുപ്പിക്കാനുള്ള തിടുക്കത്തിലാണ്. എന്തിനവിടെ പേടിച്ച് കിടന്ന് വെളുപ്പിക്കണം? അഭിനയിച്ചു, ചെയ്തു, എന്തെങ്കിലും ചെയ്യാനുണ്ടാ? എന്താണ് കുഴപ്പമെന്താണ്? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. ഒരു സിനിമയായിട്ട് കാണാൻ പറ്റാത്ത ഈ ചാണകങ്ങളടുത്താണ് ന്യായീകരണമായിട്ട് പോകുന്നത് കുറെ വിവരമില്ലാത്തവന്മാര്. അല്ലാണ്ട് ഇവനൊക്കെ എന്ത് പറയാം? എന്തായാലും രവി എണ്ണം പറയാൻ നമുക്കൊന്ന് കേട്ടോക്കാം. ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട്. ഇല്ലാത്ത സമയത്ത്, കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ലാലേട്ടൻ സിനിമ കണ്ടിട്ടില്ല, സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നത് ലാലേട്ടൻ അറിഞ്ഞിട്ടില്ല, ലാലേട്ടൻ കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ലാലേട്ടന്റെ ഭാഗത്ത് എന്ത് തെറ്റിരിക്കുന്നു? ഏത് സിനിമ ബേസിൽ നോക്കുമ്പോൾ ഈ മാപ്പ് പറഞ്ഞത് ഓടെ തീർന്നു. എനിക്ക് ആ ഉണ്ടായിരുന്ന ഒരു ഹൈപ്പും വിലയും നിലയൊക്കെ അങ്ങ് പാടെ അങ്ങ് ഇടിഞ്ഞു വീഴുന്നു. രാജുവേട്ടന്റെ ആയാലും ലാലേട്ടന്റെ ആയാലും മാപ്പും പറഞ്ഞും കൊണ്ട് എത്തിയപ്പോൾ. പിന്നെ മേജർ രവി എന്ന് പറയുന്ന വ്യക്തിയെടുത്ത് എനിക്ക് ചോദിക്കാനുള്ളതാണ്, എന്തിനാണ് പേടിച്ചിരുന്ന് ലാലേട്ടൻ അങ്ങനെ ഉണ്ടായില്ല, കണ്ടില്ല, അത് ഇതെന്നൊക്കെ ഇരുന്ന് വിളിക്കുന്നത്? പിന്നെ ലാലേട്ടൻ തന്നെ ഏതോ ഒരു ഇന്റർവ്യൂലോ എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സിനിമ കണ്ടു എന്ന്. പിന്നെ ഇനി അതിനെ വന്നിരുന്ന് മാറ്റി മറിച്ച് അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ആരെയും പേടിച്ചിട്ട് ലാലേട്ടൻ കണ്ടില്ല, ലാലേട്ടൻ കാണാതെ സംഭവിച്ചത് എന്നൊന്നും പറഞ്ഞ് പേടിക്കേണ്ട ഒരു കാര്യമില്ല. എന്തിനാണ് പേടിക്കുന്നത്? ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത്? എല്ലാവരും കൂടി പേടിച്ച് കുറെ ചാണകങ്ങളെ പേടിച്ചും കൊണ്ട് കിടന്ന് മെഴുകണം, ഉരുളണം, ഓടണം. ഇതാണ് സംഭവിക്കുന്നത്. ഐശി പുച്ഛത്തോട് പുച്ഛം. ഇനി ലൂസിഫർ കണ്ടു, എമ്പുരാൻ കണ്ടു, ഇതിലേതാണ് നമ്മുടെ രവി അണ്ണൻ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അടിപൊളി. നിങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ആ സാധനം അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളത് ഒരു സംശയം. എമ്പുരാൻ വൺ അപ്പ്, അതാണ് പറഞ്ഞത്, വൺ അപ്പ് എന്നുള്ളത്. ലൂസിഫർ വാസ് ഡിഫറെന്റ്, ബട്ട് ഇത് വേറൊരു ഫുൾ ലോകം കറക്കിയിട്ടുള്ളൊരു സിനിമയായിട്ടുള്ളതിന്റെ ഒരു വേൾഡ് ക്ലാസ് ഫിലിം. ലൂസിഫർ ഓർ എമ്പുരാൻ? എനിക്ക് ലൂസിഫറാണ് ഇഷ്ടപ്പെട്ട ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ അതിന് വേറെ മാറ്റമൊന്നുമില്ല. ഞാൻ ആദ്യം തന്നെ റിവ്യൂ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ലൂസിഫറാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ലൂസിഫറോ എമ്പുരാനോ ഏതെങ്കിലും ഒക്കെ ആവട്ടെ, ലൂസിഫറും എമ്പുരാനും ഇറങ്ങി. എമ്പുരാൻ അത്ര അങ്ങോട്ട് ആൾക്കാർക്ക് ബോധിച്ചിട്ടില്ല. ലൂസിഫറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എമ്പുരാൻ അത്ര ആൾക്കാർക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. പക്ഷെ അതൊന്നും അല്ലടെ ഇവിടുത്തെ വിഷയം. ഇവിടെ വർഗീയത തുപ്പി നാടും വീടും മതങ്ങളും ജാതിയും ഒക്കെ ആയിട്ട് തമ്മിലടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഒരൊറ്റ സിനിമയുടെ പേരിൽ. ഒരു സിനിമയിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചപ്പോൾ വർഗീയത തുപ്പുന്ന മതഭ്രാന്തന്മാരും രാഷ്ട്രീയ ഭ്രാന്തന്മാരും എല്ലാം കൂടി തമ്മിലടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, എന്ത് മാത്രം വിഷമാണ് ഇവിടെ ഉള്ള ജനങ്ങളുടെ മനസ്സിലും ശരീരത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ വർഗീയത പറഞ്ഞ് തമ്മിലടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് സിനിമയെ കാണാൻ ഈ ചാണകങ്ങൾക്ക് സാധിക്കാത്തത്? ഇവിടെ ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും ഹിന്ദുക്കളെയും ഓരോ പാർട്ടിക്കാരെയൊക്കെ ആക്ഷേപിച്ച് ഓരോ സിനിമകൾ ഇറങ്ങാറുണ്ട്. ആരും ഇവിടെ അടിയും വഴക്കൊന്നും ഉണ്ടാക്കാറില്ലടേ. ഈ ചാണകങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട്
കുരുപൊട്ടി കിടക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത്രയ്ക്ക് മോശം. ഇങ്ങനെ പറയേണ്ടി വന്നതിൽ വളരെയധികം ഖേദിക്കുന്നു ഞാൻ. എനിക്കിങ്ങനെ ഇഷ്ടമല്ല ഇങ്ങനെ ഇത്രയും കയറി പറയുന്നത്. പക്ഷെ അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നുകയാണ് ഈ ഒരു കാര്യം ഇങ്ങനെ കാണുമ്പോൾ. ഇത്രയ്ക്ക് വെളിവും ബോധവും ഇല്ലാത്ത ആൾക്കാരാണല്ലോ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു പോകുന്നു. ഞാൻ ഇനി ലാലേട്ടന്റെ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ക്ലിപ്പ് ഒന്ന് കൊടുക്കാം. ആ സ്റ്റോറി ടെല്ലിങ്ങിന് അതിനെ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര ആവശ്യമില്ലാത്ത കാര്യമൊന്നും ഈ സിനിമയിലില്ല. ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നു ആ സിനിമ എങ്ങനെ ആകണമെന്ന്, അന്ന് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വെരി വെൽ നിറ്റഡ് ആൻഡ് വെരി വെൽ ക്രാഫ്റ്റഡ് സ്ക്രിപ്റ്റ്. സോ അതിനു വേണ്ടി നമ്മൾ ഷൂട്ട് ചെയ്തു. അല്ലാതെ ഒരു ഭയങ്കര ഒരു സീക്രട്ട് ഒളിപ്പിച്ച് വെച്ചൊരു ബോംബ് പൊട്ടിക്കണം അങ്ങനെയൊന്നുമില്ല. എന്തായാലും ലാലേട്ടൻ സിനിമ കണ്ടിട്ടില്ലെന്നാണ് മേജർ രവി അണ്ണമെന്ന് പറയുന്നത്. പക്ഷെ ലാലേട്ടൻ സിനിമ കണ്ട പോലെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ അതും കേട്ടല്ലോ. അതൊന്നും അല്ലടേ, അത് ഇവർ പേടിച്ച് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ലാലേട്ടന്റെ കേണൽ പദവി തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് മെഴുകുന്ന കാര്യങ്ങളാണ്. എല്ലാവരും പേടിക്കാണ്ടേ, കുറെ എണ്ണത്തിനെ പേടിച്ച് നിൽക്കുകയാണ്. ഭീരുക്കൾ 1000 തവണ മരിക്കും, ധീരൻ ഒറ്റ തവണയുള്ള മരണം. നിങ്ങൾ ആരും മരിക്കാൻ പോകുന്നില്ല. കുറച്ചു ദിവസം ഈ ചാണകങ്ങൾ കിടന്ന് തുപ്പും, അത് കണ്ട് മൈൻഡ് ചെയ്യാതെ വിടുക. ഇവനെയൊക്കെ എന്തിനാണ് മൈൻഡ് ചെയ്യുന്നത്? ഇവനെയൊക്കെ പേടിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് സിനിമയിൽ ഇത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നത്? എന്തിനാണ് ഇങ്ങനെ കിടന്ന് മെഴുകുന്നത്? അല്ലാണ്ട് എന്ത് പറയാൻ. എന്തായാലും ലാലേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനെ രാജുവേട്ടൻ എടുത്ത് ഷെയറും ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടു നോക്കാം. ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ 2ാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിന്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണെന്ന് തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്നും നീക്കം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം മോഹൻലാൽ. താഴെ L2E എമ്പുരാൻ എന്നുകൂടി വെച്ചിരിക്കുകയാണ്. നശിപ്പിച്ച് നാറാണത്താക്കിയില്ലേട്ടാ നിങ്ങൾ. ഒരു നിമിഷം കൊണ്ട് ഇറഞ്ഞുടച്ച അവസ്ഥയായി. സത്യം ഉള്ള കാര്യം പറയാം. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിനെ രാജുവേട്ടൻ എടുത്ത് ഷെയർ ചെയ്യാണ് ഫേസ്ബുക്കിൽ തന്നെ. നല്ല അടിപൊളി ടീം. ഞാൻ ആരുടെ അടുത്തും തോക്കത്തില്ല, എനിക്ക് ആരെയും പേടിയില്ല, ആരെയും മൈൻഡ് ചെയ്യത്തില്ല എന്ന് പറയുന്ന രാജുവേട്ടൻ വരെ ഈ സാധനം എടുത്തങ്ങ് ഷെയർ ചെയ്യാണ്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഇതിൽ മാപ്പ് പറയേണ്ട ഒരു കാര്യം എനിക്കിതിൽ തോന്നിയിട്ടില്ല. ഒരു സിനിമയെ കാണാൻ പറ്റാത്ത വിവരദോഷികളെടുത്ത് എന്ത് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. കലാപം സൃഷ്ടിക്കുമെന്ന് ഇനി ഈ സിനിമ കണ്ടിട്ട്. എന്തുവാ ഇത്? ഇത്രയും വിവരവും ബോധമില്ലാതെ തലയ്ക്കകത്ത് ചാണകവും ചാണകത്തിലെ പുഴുവും വെച്ച് ചിന്തിക്കുന്ന ആൾക്കാരെടുത്ത് എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? ഒരു സിനിമ കണ്ട് അത് എന്റർടൈൻ ചെയ്ത് ആ ഒരു 2-3 മണിക്കൂർ വിടാൻ കഴിയാത്ത മാനസിക രോഗികളെടുത്ത് ഞാൻ എന്താ ഞാൻ പറയേണ്ടത്? എനിക്കതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇത്രയും വിവരദോഷികളാണല്ലോ നമ്മുടെ നാട്ടിലുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും കഴിപ്പണം കേട്ടവന്മാര്. അല്ല എന്ത് പറയാം അവനൊക്കെ. ഇനി വേറൊരു തലകത്ത് ചാണകവും ഇല്ല തീട്ടവും ഇല്ലാത്ത ഒരു ടീമിനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. തൃശ്ശൂരിൽ നിന്നും ശ്രീ ശിവജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശിവജി എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് സംസാരിക്കുന്നത് കിരൺ സാറേ. അതറിയാം. സംഖ്യയാണ്. പ്രത്യേകം പറഞ്ഞേര് മറ്റേ പുള്ളിയോട്, നമ്മുടെ ദീപുവിനോട്. ഞാൻ സംഖ്യ തന്നെയാണ്. ശരി, അത് അറിയാമല്ലോ, നമുക്ക് അറിയാമല്ലോ ശിവജി സംഖ്യയാണെന്നുള്ള കാര്യം. ഞാൻ പറയുന്നത് ഗോദ്രയിലെ കലാപവും ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ഗുജറാത്ത് കലാപവും ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇവന്മാരെ ഞങ്ങൾ തട്ടിയതുവാ. എന്താ ഇപ്പൊ പ്രശ്നം? ആർക്കാ ഇവിടെ പ്രശ്നം? ഉണ്ണിക്കില്ലത്തിൽ പഞ്ഞെന്താ? എന്തുവാടാ ഇത്? ദേവനായത് ശിവജി. ഞാൻ സംഖ്യയാണേ. ഞാനാണ് ഇവിടെ ഗോത്ര കലാപവും മറ്റു ഗോതറാജും അലമാരയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചതെന്ന്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇതുപോലത്തെ തലക്കകത്ത് വർഗീയത നിറഞ്ഞ വിഷം തുപ്പുന്ന ഒരുപാട് നാട്ടുകാരുടെയും ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നു എന്നാണ് ഞാനിപ്പോൾ ഖേദിക്കുന്നത്. കേരളം ഈ ലെവലിലെത്തിയല്ലോ. ഇവനൊക്കെ ഈ നാട്ടിൽ നിന്ന് മൺമറഞ്ഞു പോയാൽ മാത്രമേ യുവതലമുറ വരട്ടെ. അവരുടെ തലയിലെങ്കിലും ഇതുപോലത്തെ വിഷങ്ങൾ അടിച്ചു കയറ്റാതെ അവരെങ്കിലും നേരെ ജീവിക്കട്ടെ. ഇവിടെ ജാതിയും മതവും പാർട്ടിയും പറഞ്ഞ് വേർതിരിച്ച് വർഗീയത പറഞ്ഞ് തുപ്പി പരസ്പരം തമ്മിലടിച്ച് ചാകുന്ന ഇതുപോലത്തെ നാറുകളുടെ ഇടയിൽ ജീവിക്കുന്നതിലും ഭേദം ഇവിടെ നിന്ന് രാജ്യം വിട്ടു പോകുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നണം പേഴ്സണലി. ബാക്കി കേൾക്കാം ഇവന്റെ മൊഴിയിൽ. അല്ല അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക്, അല്ല അങ്ങനെയൊക്കെ കരുതുന്നവർക്ക് പിന്നെ അത്തരം പ്രാകൃത ചിന്താഗതിയുമായി കഴിയുന്നവർക്ക് അങ്ങനെ കഴിയാം.
തീവ്രവാദികളെ ഞങ്ങൾ തട്ടും, ഇനിയും തട്ടും. അത് മുസ്ലിം അല്ലേ എവനായാലും ശരി. അല്ല, തീവ്രവാദികൾ ആരാണെന്നൊക്കെ തീരുമാനിക്കുന്നത് താങ്കളാണോ? ഈ ലോകം മുഴുവൻ തീവ്രവാദം ഇല്ലാത്ത, മുസ്ലിം തീവ്രമില്ലാത്ത ഒറ്റ രാജ്യം തനിക്ക് പറയാൻ പറ്റുമോ? ഹിന്ദു ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? 500-ൽ പരം രാജ്യങ്ങളോടത്ത് മുസ്ലിം തീവ്രവാദമില്ലാത്ത ഒറ്റ രാജ്യം കിരണ് പറയാൻ പറ്റുമോ? ശ്രീ ശിവജി, ഒറ്റ രാജ്യം ശ്രീ ശിവജി, കിരണ് പറയാൻ പറ്റുമോ? ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികളെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇനിയിപ്പോ പൃഥ്വിരാജല്ല, ഭരത് ഗോപിയുടെ മകനല്ല, മോഹൻലാലല്ല, ഏത് അവരെ അഭിനയിച്ചാലും പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലെന്നോ? ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾ പറയും. പറയാം, പക്ഷെ വിവരക്കേടാവരുത്. ആളുകൾ ചിരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട്. പൃഥ്വിരാജ് IS ബന്ധം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് ആൾക്കാർ ചിരിക്കാനല്ല, സാമാന്യ ബുദ്ധിയൊക്കെ വേണം ഒരു വിമർശനം പറയുമ്പോഴാണ് ആളുകൾ പറയുന്നത്. ഞങ്ങൾ പറയുകയും ചെയ്യും. അതറിയാം, അത് ശിവജി പറയുന്നത് കേൾക്കുമ്പോഴേ അറിയാം. ഹിന്ദുക്കളുടെ അട്ടിപ്പേറായിട്ട് ഞങ്ങൾ ഒരു ഹിന്ദു ഉള്ളത് ആ ഒരു ഹിന്ദുവിന്റെ കാര്യം പറയും. പിന്നെന്താ അതിനെന്താ കുഴപ്പം? സംഖ്യക്ക് എന്താ വല്ല കുറവുണ്ടോ? സംഖ്യ സംസാരിച്ച് ആരെ ചോദിക്കാൻ? എടാ, തന്നെയൊക്കെ പോലെ ഉള്ളവന്മാര് കാരണമാണ് സംഘികൾക്ക് നാറിയ നാറ്റം പേര് കിട്ടിയത്. അത് തനിക്കൊക്കെ അറിയാമോ? എന്നാൽ നല്ല വ്യക്തികളുണ്ട്, സംഘികളിൽ നല്ല വ്യക്തികളുണ്ട്, എന്റെ ഫ്രണ്ട് സർക്കിളിലുണ്ട്, നല്ല പയ്യന്മാര് നല്ല രീതിയിൽ ചിന്തിക്കുന്നത്. പക്ഷെ തന്നെയൊക്കെ പോലെ വർഗീയത നിറഞ്ഞ് മതഭ്രാന്തം പിടിച്ച് നടക്കുന്ന കുറെ നാറികൾ ഉള്ളത് കൊണ്ടാണ് ഈ സംഘി എന്ന് പറയുന്ന ആ ഒരു ടീമിന് തന്നെ അപമാനമായി മാറിയത്. മനസ്സിലായ? അതാദ്യം മനസ്സിലാക്കുക. തന്നെ പോലെയുള്ള വിഷങ്ങളാണ് ഈ രാജ്യവും നാടും ഒക്കെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കുന്നത്. നിന്നെയൊക്കെ പോലെയുള്ളവന്മാർ എന്ന് ഈ നാട്ടിൽ നിന്നും പോകുന്നു അന്ന് ഈ നാട് നന്നാവും. അല്ലാണ്ട് ഈ നാടൊന്നും ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല. ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷം തന്നെയൊക്കെ പോലെയുള്ള വിഷജന്തുക്കൾ ഇവിടെ വർഗീയത തുപ്പുന്നുണ്ടെങ്കിൽ ചിന്തിക്ക്, ഇരുന്ന് ചിന്തിക്ക്. എന്റെ കമന്റ് ബോക്സിൽ വരുന്നുണ്ടോ? എനിക്ക് വളരെയധികം പുച്ഛമാണ് തോന്നുന്നത്. തന്നെയൊക്കെ പോലെയുള്ള കുറെ എണ്ണം വന്നിടം തുപ്പുന്നു. എമ്പുരാൻ വലിയ പ്രശ്നമാണ്, വലിയ വിപത്താണെന്ന്. എന്ത് തേങ്ങയാണ്? എനിക്കൊന്നും പറയല്ല, പറഞ്ഞാൽ കൂടിപ്പോ. ഇനി രാജുവേട്ടൻ പറയുന്നെന്ന് കേട്ടോക്കെ. ലാലേട്ട ഒരു വിലയും നിലയൊക്കെ ഉണ്ടായിരുന്നു. ഈ സംഘികൾ അല്ലെങ്കിൽ ഈ ചാണകം നിറഞ്ഞ കുറെ പുഴുക്കൾ അടുത്ത് നിങ്ങൾ ഈ മാപ്പ് പറഞ്ഞതോടെ ആ നിലയും വിലയും എനിക്ക് പറ്റേങ്ങ് ഇടിഞ്ഞ് വീണിട്ടുണ്ട്. തൽക്കാലം നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് തൽക്കാലം ആസ് ഓഫ് ടുഡേ നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് രണ്ട് രാഷ്ട്രീയ ശക്തികളെക്കുറിച്ച് പ്രധാനമായിട്ട് പരാമർശിക്കാൻ സാധിക്കും. ഒരു ഭരണപക്ഷവും ഒരു പ്രതിപക്ഷവും. ഇനി മൂന്നാമതൊരു രാഷ്ട്രീയ ശക്തി നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഒരു വലിയ ശക്തിയായിട്ട് ഉടലെടുക്കുകയാണെങ്കിൽ അന്നൊരു ഒരു പൊളിറ്റിക്കൽ സിനിമ ഞാൻ ചെയ്യുകയാണെങ്കിൽ അവരെയും പരാമർശിക്കുന്നത്. പരാമർശിച്ചാൽ മതിയായിരുന്നു. പരാമർശിച്ച് ഇപ്പൊ മാപ്പം പറഞ്ഞ് കുനിഞ്ഞൂത്തിയിരിക്കുന്ന അവസ്ഥയിലോട്ടാണ് ലാലേട്ടനും രാജുവേട്ടനൊക്കെ എത്തിയിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് പൂർണ്ണ സപ്പോർട്ടായിരുന്നു, പൂർണ്ണ പിന്തുണയായിരുന്നു എന്നാൽ കഴിയുന്ന രീതിയിൽ. പക്ഷെ ഇപ്പോ എനിക്ക് പുച്ഛം തോന്നുകയാണ്. നിങ്ങളൊക്കെ ഈ നാറികളുടെ മുന്നിൽ മുട്ടുമടക്കി മാപ്പ് പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒന്നും പറയാനില്ലല്ലേ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ്. പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.